സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വൻ തിരിച്ചടി. സ്വർണ്ണ ഇറക്കുമതി നികുതി 15% കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് പിടിച്ചു നിർത്താനും വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനുമാണ് നീക്കമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഈ തീരുമാനത്തിന് പിന്നാലെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിൽ 0.3% നേട്ടമുണ്ടായിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വവും ഇറാൻ അമേരിക്ക സംഘർഷവും കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് 1 വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്ന അസാധാരണമായ അഭ്യർത്ഥന നടത്തിയിരുന്നു. അടുത്ത 1 വർഷത്തേക്ക് അത്ര അത്യാവശ്യമില്ലെങ്കിൽ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനാണ് മോദി പറഞ്ഞത്. ഇതിനെ തുടർന്ന് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ മുമ്പുണ്ടായിരുന്ന 6% നിന്നും 15% കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചു. ഇതിൽ 10% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും 5% അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ സെസ്സുമാണ് ഉൾപ്പെടുന്നത്. സ്വർണത്തോടൊപ്പം വെള്ളിയുടെ നികുതിയും 15% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസാധാരണമായ ആഹ്വാനത്തിന് തൊട്ടുപിന്നാലെയാണ് വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ നികുതി വർധനവ് കാരണം അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞാൽ പോലും ഇന്ത്യയിലെയും കേരളത്തിലെയും വിപണികളിൽ സ്വർണ്ണവില ഉയരും. സ്വർണ്ണ ഇറക്കുമതി തീരുവ 6 നിന്ന് 15% ഉയർത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 1275 രൂപ വർദ്ധിച്ച് 15,390 രൂപയായി. പവൻ വില 10,200 രൂപ ഉയർന്ന് 1,23,120 രൂപയിലുമെത്തി. കേരളത്തിൽ ഒറ്റ ദിവസത്തിൽ ഇത്രയും വില കൂടുന്നത് ഇതാദ്യമാണ്. ഈ വാർത്ത പുറത്തു വന്നതോടെ പ്രമുഖ ജ്വല്ലറി കമ്പനികളുടെ ഓഹരി വിലകളിൽ 10% മുതൽ 15% വരെ ഇടിവ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം തീരുവ കൂട്ടിയത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയാൻ ഇടയാക്കും. ഇത് ഫലത്തിൽ ഇറക്കുമതി താഴാനും ഇടവരുത്തും. ഇന്ത്യയിൽ ഏകദേശം 3.5 കോടി ആളുകൾ സ്വർണ്ണ വിപണിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് കുറയുന്നത് ഈ മേഖലയിലെ തൊഴിലവസരങ്ങളെ ബാധിക്കുമെന്ന് സ്വർണ്ണ വ്യാപാരികൾ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന ഒരു ദേശീയ ഉത്തരവാദിത്തമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. യുദ്ധസമാനമായ ഈ സാഹചര്യത്തെ നേരിടാൻ ജനങ്ങൾ സാമ്പത്തിക രാജ്യസ്നേഹം അഥവാ എക്കോണമിക് പാട്രിയോട്ടിസം കാണിക്കണമെന്നും സ്വർണം വാങ്ങുന്നതും വിദേശയാത്രകളും 1 വർഷത്തേക്ക് മാറ്റിവെക്കണമെന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികളാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടച്ചതോടെ ആഗോള ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ക്രൂഡ് ഓയിലിനായി $174.9 ബില്യൺ ചെലവഴിച്ചു. മൊത്തം ഇറക്കുമതിയുടെ 22% വരുമിത്. ഇനി ഈ വില ഉയർന്നു നിൽക്കുകയോ കൂടുകയോ ചെയ്താൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി ഗണ്യമായി വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രൂപ ഇതിനകം ഡോളറിനെതിരെ ഏതാണ്ട് സർവകാല താഴ്ചയോട് അടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഡോളർ ചോർച്ച തടയുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. 2025-26 ഏകദേശം $72 ബില്യൺ സ്വർണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇന്ത്യ സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് ഡോളർ നൽകിയാണ്. എണ്ണ ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ ചെലവാക്കേണ്ടി വരുമ്പോൾ സ്വർണം പോലുള്ള അത്യാവശ്യമല്ലാത്ത വസ്തുക്കളുടെ ഇറക്കുമതി കുറച്ച് ഡോളർ ലാഭിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. കൂടുതൽ സ്വർണം വാങ്ങുന്നതിലൂടെ വിദേശത്തേക്ക് ഡോളർ ഒഴുകുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകുന്നു. രൂപ ദുർബലമായാൽ സാധാരണക്കാർക്ക് ആവശ്യമായ പെട്രോൾ, ഡീസൽ, മരുന്ന് എന്നിവയുടെ വില വർദ്ധിക്കും. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രതിസന്ധി ആഗോളമാണ്. അതിനാൽ തന്നെ ജനങ്ങളും പങ്കാളികളാകണം എന്ന സന്ദേശം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ മാത്രം ചുമലിലാകാതിരിക്കാൻ ഇത് സഹായിക്കും. അതേസമയം സ്വർണ്ണവിലയിലെ ഈ വർധന വിവാഹങ്ങൾ പോലുള്ള അത്യാവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവരെ സാരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ വിലവർധനയെ തുടർന്ന് നേരിട്ട് സ്വർണം വാങ്ങുന്നതിന് പകരം ഡിജിറ്റൽ ഗോൾഡ് ETF എന്നിവയിലേക്ക് നിക്ഷേപകർ മാറാൻ സാധ്യതയുണ്ടെന്ന് വിപണിയിലെ വിദഗ്ധർ വിലയിരുത്തുന്നു. അതിനാൽ അത്യാവശ്യക്കാർ പഴയ സ്വർണം മാറ്റി വാങ്ങുന്ന രീതികളോ ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപങ്ങളോ തിരഞ്ഞെടുക്കുന്നതാകും ഉചിതം. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.